നമസ്കാരം. കാർ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 കാറിന്റെ ലോകത്ത് കുറെ വിപ്ലവങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ഗുണം? സത്യം പറയട്ടെ, അതിനൊരു ഗുണവുമില്ലെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. മറ്റൊന്നും കൊണ്ടല്ല, 2024 ആയപ്പോഴേക്കും 800 സി സി വാഹനങ്ങൾ അത് വിട പറഞ്ഞിരിക്കുന്നു. ആൾട്ടോ, ഇയോൺ, റെഡിഗോ ഇതുപോലെയുള്ള സാധാരണക്കാർ ഒരു ടൂ വീലറിൽ നിന്ന് ഫോർ വീലറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആദ്യം വാങ്ങുന്ന അവന്റെ സാഹചര്യം അനുസരിച്ച് സാമ്പത്തികം അനുസരിച്ച് വാങ്ങുന്ന വണ്ടിയായിരിക്കാം ഈ പറയുന്നത്. അപ്പോൾ അത് മോശമാണ്, അതിന് റേറ്റിംഗ് ഇല്ല, അതിന് സേഫ്റ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വാഹനങ്ങളും നിർത്തിക്കളഞ്ഞു. 2024 ആയപ്പോഴേക്കും ഏതൊരു ബ്രാൻഡാണെങ്കിലും അവർ വിൽക്കുന്ന വാഹനം 1000 സി സിയിൽ തുടങ്ങുന്നതാണ്. അതിന്റെ ഫലമായി സംഭവിച്ചതാകട്ടെ 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ വില വന്നിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഏറ്റവും ബേസ് വേരിയന്റ് പോലും 5 ലക്ഷം വേണം. സേഫ്റ്റിയും ഫീച്ചേഴ്സും ടെക്നോളജിയും ഒക്കെ വേണം താനും. അതുപോലെ ഇന്ത്യയിൽ ജീവിക്കുന്ന സാധാരണക്കാർ ജനങ്ങൾക്ക് ഒരു വാഹനം മേടിക്കണമെങ്കിൽ ഇപ്പോൾ 5-ന് കൂടുതലായി. വാഹന ലോകത്തെ വിപ്ലവങ്ങൾ വരുമ്പോൾ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരണം എന്ന് കൂടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ തഴഞ്ഞുകൊണ്ടാണ് ഈ വിപ്ലവങ്ങളുടെ പുറകെ പോകുന്നത്. അത് മാത്രമല്ല, സേഫ്റ്റി എന്ന് പറയുന്ന ഒരു മാനദണ്ഡം മനുഷ്യന്റെ മനസ്സിലേക്ക് കുത്തിവെച്ച് അത് ഇല്ല. ഇപ്പോൾ ഒരു മാരുതിയുടെയോ അല്ലെങ്കിൽ ഇയോണോ പോലത്തെ വാഹനം വാങ്ങിക്കുമ്പോൾ അത് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ആൾട്ടോ ഇതുപോലുള്ള ചെറിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പണ്ട് ഇറങ്ങിയിട്ടുള്ള മാരുതി 800 പോലും ഉപയോഗിക്കുന്ന വ്യക്തികളോട് ചോദിക്കുക, അവർ 100% ഹാപ്പിയാണ്. അതും ലക്ഷക്കണക്കിന് യൂണിറ്റ് ആണ് ഇപ്പോഴും നിരത്തുകൾ ഓടുന്നത്. അപ്പോൾ സേഫ്റ്റി ഒരു മാനദണ്ഡമാണെങ്കിൽ പോലും വില കുറഞ്ഞ വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം സാധാരണക്കാർ ജനങ്ങൾക്ക് വേണ്ടി. മറ്റൊരു കാര്യം എനിക്ക് സംശയമുള്ളത്, അറിയുന്നവർ കമന്റ് ചെയ്യുക. ഇപ്പോൾ ഒരു രണ്ടാമത്തെ വാഹനം എന്ന നിലയിൽ പലരും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിക്കുന്ന ഇലക്ട്രിക് വാഹനമായ ഏറ്റവും വില കുറഞ്ഞ ചെറിയ ഇലക്ട്രിക് കാറായ MG കോമറ്റ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വാഹനത്തിന്റെ സേഫ്റ്റിയിലുള്ള എത്ര സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്? സേഫ്റ്റി ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ? അപ്പൊ അത് വാങ്ങിക്കുന്നവർ ഒരിക്കലും മണ്ടന്മാരല്ല. കാരണം അവരുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ് അവർ ആ വാഹനം വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഒരു ഓൾട്ടോയോ ഇയോണോ അല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ മൊട്ടത്തോടെന്ന് വിളിക്കുന്ന മാരുതി വാഹനങ്ങളായാലും ശരി, ഈ ഇയോണോ ആയാലും ശരി, അല്ലെങ്കിൽ ഈ MG കോമറ്റ് എന്ന് പറഞ്ഞ വാഹനത്തിന്റെ റേറ്റിംഗ് നിങ്ങളൊന്ന് പറയുക. അത് എവിടെയാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഈ ഒരു പോക്ക് പോയാൽ 800 സി സി വാഹനങ്ങൾ നിന്നു, ഇനി ഉടൻ തന്നെ 1000 സി സി വാഹനം നിൽക്കുകയും ഒരു സാധാരണക്കാരൻ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വില 7 ലക്ഷം രൂപയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ എന്തായാലും വില കുറഞ്ഞ നല്ല വാഹനങ്ങൾ ഇറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം.